കൊന്നത് ഒരു കാര്യസ്ഥനാ. ആ, എന്താണ് പേര്? ആ, ശിവദാസൻ. ആദ്യം ആ പോലീസുകാരനെ അവിടെ നിന്ന് മാറ്റണം. അതെ, ആ പത്രി സാറിനെ വിളിച്ച് ആ പോലീസുകാരനെ അവിടെ നിന്ന് മാറ്റാൻ പറയാം. വിളിക്കേ. എന്താ ഇത്ര വൈകിയത്? ദേ, അവിടെ ഒരാൾ നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്തോ. കുറച്ചുകൂടെ കഞ്ഞി എടുക്കട്ടെ അച്ഛാ? എവിടെയായിരുന്നു അമ്മയും മോളും കൂടി ടൂർ പോയത്? ചോദിച്ചത് കേട്ടില്ലേ? ഈ രാത്രിയിൽ ഇവനെയും വിളിച്ചുകൊണ്ട് എവിടേക്കാണ് പോയതെന്ന്. ഇവൾക്ക് സംസാരശേഷി ഇല്ലാന്നറിയാം. നിന്റെ സംസാരശേഷിയും പോയോ? അത് ഞാൻ ഹോസ്പിറ്റലിലാരാ? നിന്റെ തന്ത ചാവാൻ കിടക്കുന്നോ? ചിന്നുവിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ഒരു ഡ്രൈവർ. ചിന്നു, നീ എന്റെ കൂടെ വാ. വരാൻ. മോനെ, വേദനിച്ചു നിനക്ക്? ഇല്ല എന്തരാമേ, ഈ കണ്ണുനീര് കാണുമ്പോഴാ എനിക്ക് സങ്കടാവുന്നത്. എന്നെ സഹായിക്കാൻ നിൽക്കുന്നതുകൊണ്ടാ ഇയാൾക്ക് ഇങ്ങനെ അടിയൊക്കെ വാങ്ങേണ്ടി വരുന്നത്. എനിക്കിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പതിവാ. ഇപ്പോ ഒന്നുമില്ലെങ്കിലും തന്നെ സഹായിച്ചു എന്നുള്ളൊരു കാരണമെങ്കിലും ഉണ്ടല്ലോ. അതൊന്നും സാരമില്ല. എടോ, താൻ വേഗം ചെല്ലാൻ നോക്ക്. ചിന്നു പേടിക്കണ്ട, നീ ഏതായാലും പോയിട്ട് വാ. ഇത്രയും നേരം മേഡം ഇവിടെ കാത്തിരുന്ന് ചിന്നുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. സൂക്ഷിക്കണം. പറയുന്ന നിബന്ധനകളിലൊന്നും ഒപ്പിടാൻ നിൽക്കണ്ട. നിബന്ധനകളോ? ചന്ദ്രാമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? ഇയാളെ കൊണ്ട് റൂം വൃത്തിയാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ആയിരിക്കും. ചന്ദ്രാമ്മ വെറുതെ ഇയാളെ കൂടി പറഞ്ഞു പേടിപ്പിക്കാതെ. താൻ ചെല്ല്. ആന്റി ഞാൻ ഔട്ട് ഹൗസിലേക്കാക്കാം. സാരില്ല ആന്റി, ഞാൻ കൊണ്ടാക്കാം. വാ വാ ആന്റി, വാ. മോള് പോയിട്ട് വാ. ആ ശിവദാസനെ കണ്ടതിന് ശേഷം കുഞ്ഞുങ്ങളുടെ മുഖം തെളിഞ്ഞിട്ടില്ലല്ലോ. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ശിവദാസന്
അന്തിമോപചാരം അർപ്പിക്കാൻ പോയ കുഞ്ഞോക്ക് സാരമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഭദ്രേട്ടന് വെറുതെ തോന്നുന്നതാ. എന്താ കുഞ്ഞോളെ, ഇപ്പൊ ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇനി സമയമുണ്ട്. വേണമെങ്കിൽ ഒറ്റ ഫോൺ കോളിൽ അവരെ പിന്തിരിപ്പിക്കാം. അതിനാണോ ഭദ്രേട്ടാ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കിയത്? അപ്പോ അതല്ല കാരണം. മറ്റെന്തോ കാരണം കുഞ്ഞോട് അലട്ടുന്നുണ്ട്. ഒരേ വഴിക്ക് യാത്ര ചെയ്യുന്നവരാ നമ്മള്. അപ്പോ വഴിയെക്കുറിച്ചുള്ള ധാരണ പരസ്പരം പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്റെ മനസ്സിനെ അലട്ടുന്ന കാര്യം വേറെയാ ഭദ്രേട്ടാ. അതെന്താ കുഞ്ഞോളെ വേറൊരു കാര്യം? അതറിയേണ്ട സമയത്ത് ഞാൻ ഭദ്രേട്ടനോട് പറയാം. ആശുപത്രിയില് ഇപ്പൊ എന്തായി കാണും? എന്താകാൻ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കും. ഇനി ശിവദാസനെ രക്ഷപ്പെടുത്തണമെങ്കിൽ സാക്ഷാൽ ഭഗവാൻ അവതരിക്കണം. ശരി കുഞ്ഞോളെ. ഞാനത് അന്നേ പറഞ്ഞിരുന്നല്ലോ, അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതെ, മറ്റൊരു മാർഗവും ഞാനതിൽ കാണുന്നില്ല. ഓ ഓക്കെ ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു അല്ലേ? കള്ളം പറയണ്ട, എനിക്കറിയാം. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ട് മാഡം. നന്നായി നോക്കണം. ഒന്നാമത് അതൊരു മിണ്ടാപ്രാണിയാ. നമ്മളെയൊക്കെ പോലെ സങ്കടം വന്നാ പോലും ഒന്ന് ഉറക്കെ കരയാൻ പറ്റില്ല പാവത്തിന്. കാത്തിരിക്കാനായാലും കൂട്ടിരിക്കാനായാലും അമ്മയെ പോലെ അമ്മയെ വരൂ. അതൊക്കെ പോട്ടെ. ഞാൻ വിളിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. തക്കല എന്ന കൊട്ടാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത്ര വലുതല്ലെങ്കിലും അതുപോലൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. ഇലവുദേശം കൊട്ടാരം. അവിടെ ഒരു തമ്പുരാനും തമ്പുരാട്ടിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം രണ്ടുപേരും തീ പിടിച്ചു മരിച്ചു. പിന്നെയാ അറിഞ്ഞത് അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കൊന്നത് ഒരു കാര്യസ്ഥനാ. എന്താ പേര്? ശിവദാസൻ. ആ ശിവദാസനെ നിനക്കറിയാമോന്ന് ഞാൻ ചോദിക്കുന്നില്ല. അറിയാൻ വഴിയില്ല. അയാളെ ഞാൻ കാണിച്ചു തരാം.